അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മോർണിംഗ് വ്ലോഗാണ് കേട്ടോ. എണീക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി നേരം എനിക്ക് നേരെ 7 മണിക്ക് 6:50 കഴിഞ്ഞു. പിന്നെ ബ്രഷ് ചെയ്യലും ഒന്നും ഇങ്ങോട്ട് ഫ്രഷായി ഒന്നും കുളിച്ചിട്ടില്ല. നമുക്ക് ഒത്തിരി ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ട്, മാള തട്ടിൽ അങ്ങനെയൊക്കെ ഉണ്ട്. ഞങ്ങൾ നല്ലൊരു മൂവി കണ്ടിട്ട് കിടന്നപ്പോഴേക്കും നേരം നല്ലോണം വൈകിയില്ല. കോഴിയൊക്കെ കൊടുക്കണുള്ളൂ. 7 മണി ഉണ്ട്. അപ്പോൾ നേരത്തെ എണീക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അലാറം സെറ്റ് ചെയ്തതാണ് കേട്ടോ. അല്ലാതെ അലാറം അടിക്കാൻ വൈകിട്ട് എണീക്കാൻ വൈകിയതല്ല. ഞങ്ങൾ ഇന്നലെ കിടന്നപ്പോൾ ഇത്തിരി നേരം വൈകി. അപ്പോൾ അത് മാവൊക്കെ ഇന്നലെ ഞാൻ ദോശ എന്തൊക്കെയാ പറയണേ, മുണ്ടല്ലേ കോഴി ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴച്ച് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ കറി രാത്രി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇരിക്കട്ടെ. അപ്പോൾ അത് ചൂടാക്കിയാൽ മതി. സിമ്പിൾ പരിപാടി, പെട്ടെന്ന് കഴിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നേരം വൈകി നീറ്റത്. ഇനി നിന്ന് നേരം വൈകിയാൽ എല്ലാവർക്കും പോകുമ്പോൾ ചപ്പാത്തി ആവില്ല. അപ്പോൾ നമുക്ക് വേണ്ടി ചപ്പാത്തി ഉണ്ടാക്കുന്ന പരിപാടിക്ക് നോക്കാം കേട്ടോ. ഓരോരുത്തർ നീറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചപ്പാത്തി പരത്തി ചുടട്ടെ. കറി ഒന്ന് ചൂടാക്കാൻ അവരെ പറഞ്ഞാക്കിയ ക്ലീനിങ് പരിപാടി കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. കുളിച്ചിട്ടില്ല കേട്ടോ, ക്ലീനിങ്ങുകൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ ഈ ചപ്പാത്തി പരത്തട്ടെ, ബാക്കി പരിപാടികളും കാര്യങ്ങളൊക്കെ നോക്കട്ടെ കേട്ടോ. തലേ ദിവസം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം കുറച്ച് ഈസിയാണ് കേട്ടോ. അപ്പോൾ കഷ്ണങ്ങൾ നുറുക്കി വയ്ക്കുക, അല്ലെങ്കിൽ കറി സെറ്റ് ചെയ്ത് വെക്കുക, ചപ്പാത്തിക്ക് ഇങ്ങനെ വാട്ടിക്കുഴച്ച് മാവൊക്കെ ഇങ്ങനെ ബോളാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ രാവിലെ നല്ല ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയിപ്പോൾ ഒരു ജോലിക്കൊക്കെ പോവുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ തലേ ദിവസം ചെയ്ത് വെക്കണവരാവും മിക്കതും കേട്ടോ. ഞങ്ങൾ ഇന്നലല്ലേ ചിക്കൻ മേടിച്ചപ്പോൾ തലേ ദിവസം ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചു. അങ്ങനെ വരുമ്പോൾ നമുക്ക് പിറ്റേ ദിവസം ഈസിയാണ് കേട്ടോ. കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇത്രയും കൂടെ ഈസി ആയിരിക്കും. ആ സമയങ്ങളിലാണ് ഞാൻ ഈ ഡീപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാറ്. വെച്ചാൽ നമ്മുടെ ബാത്റൂം ക്ലീൻ ചെയ്യലും അതുപോലെ മാറാല തട്ടി എല്ലാം കൂടെ ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന ദിവസമാകുമ്പോൾ ഇങ്ങനെ തലേ ദിവസം വരുന്ന സമയങ്ങളിൽ പിറ്റേ ദിവസം ഞാൻ ഈ പ്ലാനിങ് അങ്ങോട്ട് ചെയ്ത് വെക്കും കേട്ടോ. കുളിക്കാൻ വേണ്ടി മെനക്കെടാത്തതുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എനിക്കിനി എല്ലാം കൂടെ കഴിഞ്ഞ് ഒന്നും കൂടെ തല നനയ്ക്ക് വിളിക്കുമ്പോൾ ഓൾറെഡി എൻ്റെ സൗണ്ട് പോയി കിടക്കുക. നല്ല മഞ്ഞല്ലേ ഇപ്പോൾ രാവിലത്തെ കാലാവസ്ഥ. പിന്നെ അതുപോലെ ഉച്ചയാകുമ്പോഴേക്കും നല്ല വെയിൽ, ഇതെല്ലാം കൂടെ ആയിട്ട് കൂടെ ഒരു അവിയൽ പരിവുള്ളൊരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഒട്ടും വയ്യാത്തൊരവസ്ഥയാണ് കേട്ടോ. മേലുവേദന, തലവേദന, ഉള്ളിൽ പനിക്കണ പോലെ, തൊണ്ടവേദന, ചുമ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തുടങ്ങണ ഒരു സമയമാണല്ലോ ഇപ്പോൾ ഇത്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ രാവിലത്തെ കാര്യം ഇത്തിരി അങ്ങോട്ട് ഈസിയായി. വേഗം അങ്ങോട്ട് പരത്തി വെച്ചു ചപ്പാത്തി. ഞങ്ങൾക്കുള്ളത് ബോളാക്കിയിട്ട് പിറ്റേ ദിവസത്തേക്കുള്ളത് ബോളാക്കി വെച്ചതുകൊണ്ട് തന്നെ എന്താ പറയുക, അങ്ങനെ കുറച്ച് എണ്ണത്തിനനുസരിച്ചേ ഉള്ളൂ കേട്ടോ. ഒരുപാട് ലാവിഷായിട്ട് കഴിക്കാൻ വേണ്ടി ഇപ്പോൾ രാവിലെ കഴിച്ചാൽ 10 മണിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. ഇവർ രണ്ടാൾക്കും ക്ലാസ് ഉണ്ടല്ലോ. പൂജയ്ക്ക് കഴിക്കണില്ല, അവൾക്ക് കൊണ്ടുപോയാൽ മതി പറഞ്ഞു. കണ്ണൻകുട്ടി കൊണ്ടുപോകണില്ല, അവന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നില്ല, ചപ്പാത്തി മാത്രമേ റെഡിയാക്കാൻ നിന്നുള്ളൂ. ചായയ്ക്ക് വെള്ളം വെച്ചു. ഇപ്പുറത്തെ ഈ ഒരു ചിക്കൻ കറിയില്ലേ, നിറയെ കൊച്ചുള്ളി ഇട്ടിട്ടാണ് ഇപ്രാവശ്യം നമ്മൾ ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല, മിക്കതും നമ്മൾ ചിക്കൻ ഉണ്ടാക്കണതല്ലേ എന്ന് വിചാരിച്ചിട്ട്. അന്ന് പിന്നെ ഒട്ടും വയ്യായിരുന്നു എനിക്ക്, ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് വേഗം അതങ്ങോട്ട് ആക്കി വെക്കുകയാണ് ചെയ്തത് കുക്കറിൽ കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് തണുപ്പൊക്കെ പോയപ്പോൾ ആ കറി ഒന്ന് ചൂടാക്കാൻ വേണ്ടി ഇപ്പുറത്തും വെച്ചിട്ടുണ്ട്. ചായ അവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചായയൊക്കെ തിളച്ചു, പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇട്ടു. എനിക്കത് രാവിലെ ഒരു ഗ്ലാസ് കുടിച്ചിട്ടില്ലെങ്കിൽ എന്തോ ഒരു മിസ്സിങ് ആണ് കേട്ടോ. അത് കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 11 മണി വരെയൊക്കെ എൻ്റെ വണ്ടി അങ്ങോട്ട് ഓടിക്കോളും. നിർത്താണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മറ്റേത് എനിക്ക് വിശപ്പൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വരും കേട്ടോ. ഇതാകുമ്പോൾ പിന്നെ വിശപ്പിൻ്റെ കാര്യത്തിൻ്റെ ഒന്നും ഒരു ഫീലിങ്സ് ഒന്നും അറിയില്ല. ചായ ഒരു ഗ്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ കേട്ടോ. എന്നിട്ട് വീണ്ടാമതും നമ്മൾ ചപ്പാത്തി പരത്താൻ പെൻഡിങ് ഉണ്ടായിരുന്നു, അത് പരത്തി വെച്ചു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് അവിടെ അങ്ങോട്ട് റെഡിയാക്കി വെച്ചു. എന്താ വെച്ചാൽ ഈ പൊടിയും കാര്യങ്ങളൊക്കെ അലമ്പാവണതല്ലേ എന്ന് വിചാരിച്ചിട്ട് പരത്തൽ ആദ്യം ഇങ്ങോട്ട് കഴിച്ചു കേട്ടോ. എന്നിട്ട് അവിടേക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചു. ചപ്പാത്തിക്കോലല്ല, നമ്മുടെ ആ ഒരു PVC പൈപ്പിൻ്റെ ഒരു കഷ്ണമാണ്. അത് കൊല്ലങ്ങളായി എൻ്റെ കയ്യിലിട്ടോ. എനിക്ക് ചപ്പാത്തിക്കോലോട് വെച്ച് പരത്തുമ്പോൾ എനിക്ക് റെഡിയാവും. ഒന്നാമതേ ഞാൻ പരത്തുമ്പോൾ റെഡി ആവില്ല. ഞാൻ നിന്ന കഥകളെ എനിക്ക് നിങ്ങൾ കണ്ടില്ലേ, ഇത് അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് ചരുക്കിയിട്ട് എനിക്ക് ചിലതൊക്കെ റൗണ്ടിൽ വരുള്ളൂ, ചിലത് റൗണ്ടിൽ വരില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ചപ്പാത്തി പിച്ചിട്ടല്ലേ കഴിക്കുക. അപ്പോൾ പിന്നെ കറക്റ്റ് റൗണ്ടിൻ്റെ കാര്യത്തിൻ്റെ ഒന്നും ഞാൻ നോക്കാറുമില്ല കേട്ടോ. എനിക്ക് അങ്ങനെ കറക്റ്റായിട്ട് എന്നാൽ തന്നെ ഇപ്പോൾ പരത്തി ഒരു ഏകദേശം ഓക്കെ ആയി വന്നിട്ടുണ്ട്. പിന്നെ ഓരോന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ചപ്പാത്തി ചുടുമ്പോൾ ഒന്നല്ലെങ്കിൽ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓയിലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അല്ലാണ്ട് എനിക്ക് ഉണ്ടാക്കുമ്പോൾ എനിക്കിഷ്ടമല്ല. അതിൻ്റെ ഒരു ചൊയല്ലേ, ഒരു കരിഞ്ഞ ചൊയ പോലെയൊക്കെ എനിക്ക് തോന്നും. അപ്പോൾ അതുകൊണ്ട് ലേശൊരു എണ്ണ തൂവിയാൽ എനിക്കൊരു സമാധാനം. ചിക്കൻ കറി ചൂടാക്കി റെഡിയാക്കിയ ഒരു പാത്രത്തിൽ അവിടെ മാറ്റി വെച്ചു. ഇനി വേഗം ഇത് ചുട്ടെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ആ പരിപാടി നോക്കാം. ചുടാൻ വേണ്ടിയിട്ടാണ് ഒറ്റ ശ്വാസത്തിൽ നിന്നിട്ട് വേഗം കൊണ്ട് ചൂടാൻ വിചാരിച്ചു. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവർക്കുള്ളത് ചുട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് എനിക്കുള്ളത് ചൂടാൻ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ടൈമുണ്ട്, പിള്ളേരെ നീറ്റ് റെഡി ആയതുകൊണ്ടിരിക്കണുള്ളത് കൊണ്ട് തന്നെ. അപ്പം ഞാൻ ഓരോന്ന് ചുട്ട് കണ്ട് നല്ലോണം പൊള്ളച്ചൊക്കെ വരുന്നുണ്ട്. നല്ലതാണ് കേട്ടോ. ഇത് ചുടുവെള്ളത്തിൽ വാട്ടി കുഴച്ചതല്ല മാവ്, നല്ലോണം തണുത്ത ഫ്രിഡ്ജ് വെള്ളത്തിൽ
കുഴച്ചെടുത്തതാണ് കേട്ടോ. കുഴയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കാര്യമായിട്ട് നിന്ന് കുഴയ്ക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു സോഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അതിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. എനിക്ക് ആദ്യം അറിയണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തി ഇല്ലേ ഇങ്ങനെ വല്ല വെറുങ്ങലിച്ച് ബലം വെച്ച് നിൽക്കാറുന്നു കേട്ടോ. അങ്ങനെ പൊട്ടിച്ച് കഴിക്കാം, ഈ പപ്പടം പോലെ ടപ്പേ അങ്ങനെയൊക്കെ. ഇപ്പോൾ പിന്നെ അതിനെ പറ്റി അറിയാം. ഇങ്ങനെ ഇങ്ങനെ കുഴയ്ക്കണം, നല്ലോണം കുഴയ്ക്കണം. ചൂടുവെള്ളത്തിലാണെങ്കിലും ഇനിയിപ്പോൾ പച്ചവെള്ളത്തിലാണെങ്കിലും നമ്മുടെ ചപ്പാത്തി സൂപ്പറായിട്ട് കിട്ടുന്ന രീതിക്ക് അറിയാം. അപ്പോൾ പിന്നെ അതങ്ങനെ സീനൊന്നുമില്ല. പെട്ടെന്ന് ആദ്യമൊക്കെ എനിക്ക് വലിയ പാടുമായിരുന്നു ഈ ചപ്പാത്തി ഉണ്ടാക്കുക പറഞ്ഞാൽ. ഇതൊന്ന് കുഴച്ച് എടുത്ത് ഉരുളകളാക്കി പരത്തി പിന്നെ അവിടെ റെഡിയാക്കി ചുട്ടെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു കാര്യമായിരുന്നു. ഇപ്പോൾ പിന്നെ അങ്ങനെയല്ല കേട്ടോ, പെട്ടെന്ന് ഇങ്ങോട്ട് കഴിഞ്ഞോളും. അത് ചെയ്തിട്ട് നമുക്ക് എന്ത് കാര്യമാണെങ്കിലും അങ്ങനെയുള്ളൊരു ഭയം വരുമല്ലോ. അങ്ങനെ ഒരുവിധം ചപ്പാത്തിയൊക്കെ ചുട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി കഴിക്കാനായവർക്ക് വേഗം കഴിക്കാൻ കൊടുക്കുക. നമ്മുടെ രാവിലെ ഇവിടെ ഇങ്ങനെ ഒരു വെയിൽ വരും, നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട്. കറക്റ്റ് ഇവിടേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. ഇനി കണ്ണക്കുട്ടി കുളി കഴിഞ്ഞ് അവൻ കഴിക്കാൻ വന്നു. അപ്പോൾ അവനുള്ളതാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ചപ്പാത്തിയും ചിക്കൻ കറിയും കൂടെ എടുത്തിട്ട് അവൻ ഇരുന്ന് കഴിച്ചോളും. പൂജട്ടി ഞാൻ പറഞ്ഞില്ല, അവൾക്ക് രാവിലെ കഴിപ്പ് കുറച്ച് പാടാ. എൻ്റെ കാര്യം പറഞ്ഞ പോലെ അവൾക്ക് ഒത്തിരി നേരം അങ്ങോട്ട് കഴിയണം. അതിൻ്റെ ഇടയിൽ ഒരു നല്ല ശീലമൊക്കെ ശീലിച്ചായിരുന്നു. ഇപ്പോൾ താഴെ തിട്ടയും തമിതയിച്ചിട്ട് അത് പണ്ടത്തെ പോലെ ആയിട്ടുണ്ട്. കണ്ണക്കുട്ടി പിന്നെ രാവിലെ കഴിക്കും കേട്ടോ. അപ്പോൾ അവരിന്ന് കഴിക്കുകയാണ്. പൂജട്ടിക്കുള്ളതാ ചപ്പാത്തി ഇങ്ങനെ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിനകത്ത് വെച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ചിക്കൻ കറി പാത്രത്തിലാക്കണ്ട, സെപ്പറേറ്റ് ആക്കണ്ട, ഈ ചപ്പാത്തിയുടെ മേലെ തന്നെ വെച്ചാൽ മതി. അതാകുമ്പോൾ ചപ്പാത്തി ഒന്ന് കുതിർന്ന് കഴിക്കുമ്പോഴേക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ കറി ഇതിനകത്ത് ആക്കണത് കേട്ടോ. ചോദിച്ചിട്ടുണ്ടായിരുന്നു വേറെ ആക്കണമെന്ന്. വേണ്ട, അതിൽ തന്നെ ആക്കാൻ അവൾ പറഞ്ഞപ്പോൾ എന്നാൽ ഓക്കെ അതിലാക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞങ്ങൾക്ക് ചിക്കപ്പ് ഇന്നലെ തലേദിവസം വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, തലേദിവസം ഞങ്ങൾ ആർമാദിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രാവിലേക്കുണ്ട്, ഇത് ഉച്ചയാകുമ്പോഴത്തേക്ക് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കാം കേട്ടോ. ഇതും ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചു. പൂജയ്ക്കുള്ള ഫുഡൊക്കെ ആക്കി റെഡിയാക്കി മടക്കി പാക്കാക്കിയിട്ട് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അവരുടെ കാര്യങ്ങൾ അങ്ങോട്ട് റെഡിയായി. എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ടാൾക്കും 8:30 ആകുമ്പോഴേക്കും ഇറങ്ങും. 8:45 ആകുമ്പോഴേക്കും കണ്ണൻകുട്ടി 8:30 ആകുമ്പോഴേക്കും രണ്ടാളും ഒരുവിധം എല്ലാം സെറ്റ് ചെയ്തിട്ട് ഇറങ്ങും. പൂജയ്ക്ക് വേഗം ഇറങ്ങണം. 8:30 ഇറങ്ങിയിട്ടില്ലെങ്കിൽ അവിടെ നിന്ന് നടന്ന് ഇവിടെ നിന്ന് എത്തുമ്പോഴേക്കും നേരം വൈകും. കണ്ണൻകുട്ടി മിക്കത് നടക്കുക ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അവന് 8:30 കഴിയുമ്പോഴേക്കും അവനെ ഇറങ്ങും. അപ്പോൾ രാവിലത്തെ കാര്യങ്ങൾ വേഗം എനിക്ക് അവർ പോണതിൻ്റെ മുന്നേ 8:30 അവർ പോകണമെങ്കിൽ 8 മണിക്ക് ഇതെല്ലാം റെഡി ആയിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം. അരമണിക്കൂർ മുന്നേ എൻ്റെ കാര്യങ്ങളൊക്കെ ഫ്രീ ആയി ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണം. പിന്നെ ഞാൻ വീഡിയോ കൂടെ എടുക്കുകയാണെങ്കിൽ പാടാണ്, പിള്ളേരെല്ലാം എടുത്ത് തരിക. മുന്നൊക്കെ ആണെങ്കിൽ അവർ എടുത്ത് തരും. സ്കൂളിൽ പോകുന്ന സമയത്ത് മുന്നൊന്നും എടുത്ത് തരില്ല, സ്കൂളില്ലാത്ത ദിവസങ്ങളിലൊക്കെ. ഇപ്പോൾ ട്രൈപോഡ് വെച്ച് എടുക്കാതുകൊണ്ട് കുറേ സമയം അങ്ങനെയും പോയി കിട്ടും കേട്ടോ. അങ്ങനെ പൂജട്ടി ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കണ്ണൻകുട്ടി ഇതിൻ്റെ ഇടയിൽ ഇറങ്ങി പോയിട്ടോ. ഞാനത് വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടുപോയി. അവൻ്റെ അടുത്ത് എന്തോ കാര്യം പറഞ്ഞ് നിന്നിട്ട് വീഡിയോയുടെ കാര്യം ഞാൻ വിട്ടുപോയി. പിള്ളേരൊക്കെ പോയിട്ടോ, സ്കൂളിൽ പോയി. ഇനി നമുക്ക് ക്ലീനിങ് പരിപാടിക്ക് നിൽക്കണം, പാത്രം ഉണ്ട് കഴുകാൻ വേണ്ടിയിട്ട്. നാഗക്കൂടെ ഇന്നലെയൊക്കെ നല്ല തലവേദന ജലദോഷവും ഒക്കെ കൂടെ ആയിരുന്നു കേട്ടോ. എന്നെല്ലാം നമ്മൾ ലോങ് വീഡിയോ ഒന്നും ഇട്ടില്ലല്ലോ. അങ്ങനെ കുളി കഴിഞ്ഞിട്ടില്ല, കുളി കഴിഞ്ഞാണ്ടിരുന്നാൽ തന്നെ അന്നത്തെ ദിവസം ഒരു കഥാബുദ്ധിയാണ് കേട്ടോ. അപ്പോൾ ബെഡൊക്കെ രാവിലെ കണ്ണക്കുട്ടി ഇതാ റെഡിയാക്കി വെച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഒരു വിധം അവൻ്റെ ഒരു റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കി ഞാൻ റെഡിയാക്കണം. ഇനി നമ്മൾ മാറാല തട്ടണം. പാത്രം ഉണ്ട് കഴുകാൻ വേണ്ടിയിട്ട് കുറച്ച്. അപ്പോൾ പാത്രം കഴുകൽ കഴിഞ്ഞിട്ട് മാറാല തട്ടിയിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഞാൻ ചായ കുടിക്കുള്ളൂ. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ പിന്നെ അങ്ങനെ നോക്കാം. അല്ലെങ്കിൽ പിന്നെ ഞാൻ ആദ്യം ചായ കുടിച്ചിട്ട് ബാക്കി പരിപാടിക്ക് എങ്ങനെയാ വെച്ചാൽ അതിനനുസരിച്ച് നിൽക്കണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ക്ലീനിങ് പരിപാടി, ബാത്റൂം കഴുകലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. മാറാല തട്ടാൻ വേണ്ടിയിട്ട് മാറാല നല്ലോണം ഇട്ടിട്ട് നല്ല വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആവണേൻ്റെ മുന്നേ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതല്ലേ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇനി ഞാൻ പാത്രങ്ങൾ കഴുകി വെച്ച് മാറാല തട്ടി അടിച്ചു വാരി തുടച്ച് കുളിച്ചിട്ട് വേണം ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നേരം ഒരു ഇതൊക്കെ ആയിക്കോളും, എൻ്റെ ചായ കുടിക്കുന്ന സമയം ആയിക്കോളും. അപ്പം ഇനി ബാക്കി പരിപാടിയിലേക്ക് നോക്കട്ടെ കേട്ടോ. ക്ലീനിങ് പരിപാടിയിലേക്ക് സ്വാഗതം എല്ലാവർക്കും. ആരെങ്കിലും ചെയ്യാണ്ടെങ്കിൽ എൻ്റെ കൂടെ അങ്ങോട്ട് തുടങ്ങിക്കോളും, എന്നാൽ പിന്നെ വേഗം അങ്ങോട്ട് പെട്ടെന്ന് കഴിഞ്ഞോളും. അപ്പോൾ എന്നാൽ നോക്കാം നമുക്ക് ബാക്കിയിട്ടോ. ഞാൻ മുടിയൊന്ന് കെട്ടി വയ്ക്കട്ടെ, നല്ല ചൂടുണ്ട്. ഇത്രയും പാത്രങ്ങൾ കഴുകാണ്ട് കേട്ടോ. പിന്നെ വലിയ ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കാനേ ഉള്ളൂ. പക്ഷെ മാറാല തട്ടിയിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാം. ചായ കുടിക്കൽ ഇതൊക്കെ കിണറ്റേ കുടിക്കണുള്ളൂ. അപ്പോൾ അതങ്ങോട്ട് കഴുകി വയ്ക്കട്ടെ. അപ്പോൾ ഇനി വേഗം നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാം കേട്ടോ. കുറച്ചധികം പാത്രങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ കാല് കടച്ചിലായിട്ട് ഞാൻ കുറച്ച് നേരം പോയിരിക്കും. ഇന്നലത്തെ വ്ളോഗാണത്. അപ്പോൾ എനിക്കൊരു പീരീഡ്സിൻ്റെ വരുന്നതിൻ്റെ മുന്നുള്ള തത്രപ്പാടും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് കാര്യമായിട്ടുണ്ട്. ഒരാഴ്ച മുന്നേ ഈ ഒരു സംഭവങ്ങളൊക്കെ തുടങ്ങും. കാല് വേദന, മേല് വേദന, പനിക്കണ പോലെ, തലചുറ്റൽ, ഛർദി, ഫുഡ് വേണ്ടായക, എല്ലാ സംഭവങ്ങളും നമുക്കൊരു മനുഷ്യന്, ഒരു മനുഷ്യനല്ല ഒരു സ്ത്രീക്ക് വന്നു പോകണ എല്ലാ സംഭവങ്ങളും എനിക്കും ഒരാഴ്ച നേരത്തെ കാലത്ത് വരും. അപ്പോൾ അതാണ്. അപ്പോൾ ഇന്നലത്തെ വ്ളോഗാണ് ഇന്നിപ്പോൾ ഞാൻ വോയിസ് കൊടുക്കാം. ഞാൻ പീരീഡ്സ് ആണ് ഈ സമയം.
സമയത്ത് കേട്ടോ. അപ്പോൾ എനിക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ വോയിസ് കൊടുക്കുന്നതും എനിക്ക് അത്രയും വെച്ചിട്ടല്ല, എന്നാലും ആ ഒരു സമയത്ത് ഒരു 5-5:30 ആയി. ഇപ്പോൾ ഞാൻ വോയിസ് കൊടുക്കാൻ വേണ്ടിയിട്ട് 6:30 നമുക്ക് വീഡിയോ ഇടണം. പക്ഷേ രാവിലത്തെ ഒരു കാര്യത്തിന് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം അങ്ങനെ നീട്ടി ഇന്ന് വീഡിയോ ഇടണ്ടേന്ന് പോലും ഞാൻ ആലോചിച്ചിരുന്നു. പിന്നെ തോന്നി ഇല്ല, ഞാൻ കിട്ടുന്ന സമയത്തിന് ഇപ്പോൾ വയ്ക്കുന്ന ഒരു സമയത്ത് വേഗം വോയിസ് കൊടുത്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങൾ കാരണം തട്ടിമുട്ടിയിട്ട് നമ്മുടെ വീഡിയോ ഇടാൻ പറ്റാത്ത സാഹചര്യമാണ് ഓരോ കാര്യങ്ങൾ കാരണം. അപ്പോൾ അത് കാരണം ഇന്നത് അങ്ങോട്ട് ചെയ്തു. ഇന്നലെ അത് ചെയ്തത് എത്രയോ നല്ലതെന്ന് ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ സമാധാനിക്കും. എനിക്ക് എന്താ വെച്ചാൽ ഈ സമയത്തില്ലേ എത്ര വൃത്തിയാക്കിയാലും വൃത്തിയാവാത്ത പോലെ തോന്നും, അങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടേ ഇരിക്കാൻ തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഇപ്പോൾ 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഈ പീരീഡ്സും കാര്യങ്ങളും വരും. അപ്പോൾ അതിൻ്റെ മുന്നേ ഈ മാറാല തട്ടലും കാര്യങ്ങളും വീട് അങ്ങോട്ട് വൃത്തിയായി കിടന്നാൽ പകുതി ഒരു സമാധാനമാണ് എനിക്ക് കേട്ടോ. അപ്പോൾ എനിക്കൊരു ആശ്വാസവും സമാധാനമൊക്കെ കിട്ടാറുണ്ട്. മറ്റേത് ഇത് അലമ്പായി കിടക്കുക, വീട് മൊത്തത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മാറാലയും മൊത്തത്തിൽ അലമ്പായി കിടക്കുക, അങ്ങനെ വരുമ്പോൾ എനിക്ക് ആ കൂടെ ദേഷ്യം വരും. ഈ കുട്ടികൾ അവിടെ ഇവിടെയും വാരി വലിച്ചിടുക, ഇതൊക്കെ എനിക്ക് തീരെ പറ്റാത്ത കാര്യമാണ് കേട്ടോ, പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത്. അപ്പോൾ മാറാലയും കാര്യങ്ങളൊക്കെ ആദ്യം ഇങ്ങോട്ട് തട്ടാൻ വേണ്ടിയിട്ട് എനിക്കാണെങ്കിൽ ഇല്ലേ മാറാല തട്ടിനെക്കാട്ടിലും പാട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇത് എങ്ങനെ വെച്ചാൽ അത് കിട്ടുക എന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഒരു 1.5 മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട കാര്യം ഒരു 2.5-3 മണിക്കൂർ എടുത്തിട്ടുണ്ടാവും എന്ന് പറയാം. അത്രയും പാടായിരുന്നു കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ കിട്ടണ പോലെ കുറച്ച് എടുത്തിട്ട് ബാക്കി ഞാൻ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് മാറാല എന്നുള്ളതല്ല, പക്ഷെ അവിടെ ഇവിടെയൊക്കെ മാറാലയും കാര്യങ്ങളും കാണാൻ വേണ്ടി തുടങ്ങി കേട്ടോ. പെട്ടെന്നാണ് ഈ സാധനം എവിടെ നിന്നാണ് പൊന്തുകയെന്ന് അറിയില്ല. പക്ഷേ നമ്മുടെ പഴയ വീട്ടിൽ അപേക്ഷിച്ച് ഇവിടെ അത്ര വലിയ അലമ്പില്ല. പക്ഷെ അലമ്പാവണതിൻ്റെ മുന്നേ ഞാൻ എപ്പോഴും ഇതേപോലെ അവിടെ ജനലും കാര്യങ്ങളൊക്കെ നല്ലോണം അടിച്ചു വരുന്ന സമയത്ത് തന്നെ ക്ലീൻ ചെയ്യണതുകൊണ്ട് വലിയ പാടൊന്നും ഇല്ല കേട്ടോ. പിന്നെ മാസത്തിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്. ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക ചെയ്തിട്ടില്ലെങ്കിലും മാസത്തിലൊരു പ്രാവശ്യം ഡീപ്പായിട്ട് ചെയ്താൽ തന്നെ ഒരുവിധം വീട് വൃത്തിയായിട്ട് നിന്നോളും. പിന്നെ ഈ ഒരു മാറാല തട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അടിപൊളിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇവിടെ ഈ ചുമരൊക്കെ അല്ലേ ഇങ്ങനെ ഒരു മിനുസല്ല, കുറച്ച് മേലേക്ക് അങ്ങോട്ട് കുറച്ച് ഹാർഡ് പോലെ. അപ്പോൾ അവിടെയൊക്കെ തട്ടുമ്പോൾ ഒരു ഭയങ്കരമായിട്ട് അത് കേട് വരുന്നുണ്ട് ഈ ഒരു മാറാല തട്ടി. അല്ലാതെ നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഫാനായിക്കോട്ടെ, നമ്മുടെ ജനലിൻ്റെ ഈ അരികായിക്കോട്ടെ, എല്ലാം നല്ല സുഖമായിട്ട് പൊടിയും കാര്യങ്ങളും മാറാലൊക്കെ കിട്ടാൻ അടിപൊളിയാണ്. പക്ഷെ ഇതിൻ്റെ ചുമര് കുറച്ചങ്ങോട്ട് മേലേക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ വെള്ളം നിന്നിട്ടോ എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ മിനുസല്ല, ഈ മണൽ വാരി എറിഞ്ഞ പോലെ അങ്ങനെ ചാടുകയും ചെയ്യും അവിടുന്ന് പൊടി. അതായതുകൊണ്ട് എൻ്റെ മാറാല തട്ടിയുടെ കാര്യം ഒരു തീരുമാനമായിട്ടുണ്ട്. അല്ലാതെ മാറാല തട്ടി ഓക്കെയാണ്. 100 സംതിങ് കണ്ടിട്ടുള്ളൂ, 130 രൂപയും കണ്ടിട്ടുള്ളൂ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാ. എത്ര ഹൈറ്റിൽ വേണമെങ്കിലും നമുക്ക് തുടയ്ക്കാൻ വേണ്ടി പറ്റും. ഈ ഗ്ലാസും ഫാനും കാര്യങ്ങളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ മാറാല തട്ടിൽ ഒരു വിധം അങ്ങോട്ട് കഴിഞ്ഞിട്ട് പിന്നെ അടിച്ചുവാരലാണ്. ഈ ഒരു ചൂലിൻ്റെ പൊന്നെ എനിക്ക് വാങ്ങണ്ടായിരുന്നില്ല. ഇതില്ലേ പ്ലാസ്റ്റിക്കിൻ്റെയാണ് കേട്ടോ. ആ ഒരു ഈര വന്നിട്ടും ചൂലിൻ്റെ തലപ്പ് വന്നിട്ടും പ്ലാസ്റ്റിക്കിൻ്റെയാണ്. ഞാൻ വിചാരിച്ചു എനിക്ക് ചൂല് നിൽക്കുകയില്ല, ഈ അടിച്ചു വാരിയിട്ട് ചൂല് പെട്ടെന്ന് നാശമാവും. എപ്പോഴെപ്പോഴും നമ്മൾ അടിച്ചു വരുമല്ലോ. അപ്പോൾ അത് കാരണം എന്തോ ആ പുല്ലിൻ്റെ ചൂല് എനിക്ക് വാടില്ല അധികം. അത് ആർക്കും വാടില്ല. ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈർക്കലി ചൂലായിരുന്നു കേട്ടോ. അമ്മ അവിടുന്ന് ചൂലൊക്കെ ഉണ്ടാക്കി തന്നത്. പണ്ട് അതുകൊണ്ടൊക്കെ അല്ലേ അടിച്ചു വരാൻ. എൻ്റെ അടുത്ത് വീഡിയോയിൽ ഇതുപോലെ 1-2 പേര് ചോദിച്ചു ഈ ചൂല് വെച്ചിട്ടാണോ അടിച്ചു വരാറ് എന്നുള്ളത്. എനിക്കറിയില്ല കേട്ടോ. അത് ആ ചൂല് വെച്ചിട്ട് അടിച്ചു വരാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷേ ഈർക്കലി ചൂലിന് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ കുറച്ചങ്ങോട്ട് അടിച്ചു വരുമ്പോഴേക്കും അതിൻ്റെ തലപ്പൊക്കെ പോയിട്ട് അല്ല കുറ്റിച്ചൂല് പോലെ ആവും, പൊടിയൊന്നും പോവില്ല, നല്ലോണം വൃത്തിയായി കിട്ടില്ല. ഇതാണെങ്കിൽ നോക്കുമ്പോൾ ഭയങ്കര വെയിറ്റും അടിച്ചു വരാൻ വേണ്ടിയിട്ടും വലിയ പാടാണ്. കൈയിൻ്റെ വേദന ഇരട്ടിയാവും. പിന്നെ അങ്ങോട്ട് ഒരൊറ്റ ശ്വാസത്തിൽ എല്ലായിടും അങ്ങോട്ട് തുടച്ചെടുത്തു കേട്ടോ. തുടച്ച് വൃത്തിയാക്കി നീറ്റാക്കി. പിന്നെ ഇപ്പം എല്ലായിടും വൃത്തിയായി. പിന്നെ വാഷ് ബേസിൻ്റെ കാര്യമായിരുന്നു, അതും കൂടെ ഒന്നും ഇങ്ങോട്ട് കഴുകി വൃത്തിയാക്കിയിടാന്ന് വിചാരിച്ചു. ഉച്ചയാകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഫുഡിന് ഇപ്പോൾ വേണ്ട എനിക്ക്, ഞാനിതെങ്ങനെ പോയാലും ഉച്ചയാവും ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പിള്ളേർ വരുമ്പോഴേക്കും ഞാൻ എന്തെങ്കിലും സെറ്റ് ചെയ്യാന്നുള്ള ലെവൽ. എനിക്ക് ഇത്തിരി നേരം ഒന്ന് കിടന്നാൽ മതി എന്നായി കേട്ടോ. ഈ ഒരു ഇത്തിരി നേരം കാണുന്ന പോലെ ഒന്നും ആയിരുന്നില്ല. മൊത്തം വീട് 4 പുറവും പിന്നെ മേലൊക്കെ ഞാൻ മാറാല തട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് വീഡിയോയിൽ ഇത് മൊത്തത്തിൽ എനിക്ക് കാണിക്കാം. ഈ ട്രൈപോഡ് എടുത്ത് അങ്ങോട്ട് വെക്കാൻ എനിക്കാണെങ്കിൽ പെയിനും കാര്യങ്ങളൊക്കെ വരണമുണ്ട്. ഊരുടെ ഊപ്പാടിളകി ഇതുപോലെ ആയി. പിന്നെ ലാസ്റ്റ് എല്ലായിടും വൃത്തിയാക്കി കഴുകിയിട്ടപ്പോൾ എനിക്കൊരു മനസ്സുഖം. എനിക്കിത് ഇങ്ങനെയാണ് എനിക്കൊരു പീരീഡ്സിൻ്റെ സമയത്ത് എനിക്ക് പകലായാലും രാത്രി ആയാലും ഇതുപോലെ കഴുകി തുടച്ച് മിനുക്കിയിട്ട് അതെന്തോ ഒരു വൃത്തികെട്ട സ്വഭാവമാണ് തോന്നുന്നുണ്ട്. ഇത് അവിടെ നിന്ന് അങ്ങോട്ടോ ഒരു പാത്രമോ കസാരയോ ഇളകി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു. ഇവിടെ പിന്നെ എന്താ പറയുക ഭദ്രകാളി തുള്ളു ഞാൻ കേട്ടോ. പിന്നെ റൂമൊക്കെ വൃത്തിയാക്കി ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിച്ചു. ഇവിടെയൊക്കെ നമ്മൾ മാറാല തട്ടിയോണ്ട് തന്നെ എല്ലാ ബെഡ്ഷീറ്റും മാറ്റി. ബെഡ്ഷീറ്റ് തിരുമ്പാൻ ഇപ്പം ഞാൻ നിൽക്കണില്ല, അതിന് തോട്ടിൽ പോയിട്ട് തിരുമ്പാം. അപ്പം എല്ലാം ഒന്ന് ക്ലീനായി. അയ്യോ പറ്റണ പോലെയൊക്കെ ഉണ്ട് മാറാല. എനിക്ക് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാനേ പറ്റണമില്ല. അതും സെറ്റ് ചെയ്യണം, ഇതും നോക്കണം. മറ്റേതാണെങ്കിൽ വേഗം കഴിയും. വീഡിയോ എടുക്കണമെങ്കിൽ നമുക്ക് ക്ലീനിങ് പരിപാടി അത്ര വലിയ പാടൊന്നുമില്ല, വേഗം അങ്ങോട്ട് തട്ടി പോകാമല്ലോ. ഇത് വീഡിയോയിൽ പെട്ടോ നോക്കണം, അത് കിട്ടിയോ നോക്കണം, അങ്ങനെ കൂടിയിട്ട് കുറേ സമയം പോയി. ഇനി എന്തായാലും ഞാൻ പോയിട്ട് അതാണ് പിന്നെ ഇങ്ങനെയൊക്കെ കാണിച്ചത് കേട്ടോ. ചെറിയൊരു കുഞ്ഞൊരു വ്ളോഗാണ്.
ഇത് സെറ്റാക്കാം. നല്ല നല്ല വീഡിയോസൊക്കെ ഇട്ട് വരും. കുറച്ചൊരു മടി കുടുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പാടല്ലേ, അതാണ്. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇനി ഞാനൊന്ന് പോയി കുളിക്കട്ടെ. കുളിച്ചിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ട്. ഒരു കഥയായിട്ടുണ്ട്. എനിക്ക് പീരീഡ്സിൻ്റെ സമയത്തിൻ്റെ ഒരാഴ്ച മുന്നേ തുടങ്ങും. ഒരുമാതിരി അത് നിങ്ങൾക്ക് ഒരുവിധം എല്ലാവർക്കും ഉണ്ടാവും, ചിലർക്ക് ഉണ്ടാവില്ല. എനിക്ക് ഒരാഴ്ച മുന്നേ തുടങ്ങും. എങ്ങനെ റെഡിയാക്കിയാലും ഒന്നും കൂടെ റെഡിയാവാത്ത പോലെ തോന്നും. മൊത്തത്തിൽ വൃത്തിയാക്കിയാലും അങ്ങനെ തന്നെ. അമ്മേ നമ്മുടെ കാര്യമായില്ല അങ്ങനെ തന്നെ. അയ്യോ, അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കണ്ണും മുഖമൊക്കെ ഒരു ജാതി കുറച്ച് ദിവസമായി ഇങ്ങനെ ഒരു സുഖമില്ലായിക്കാം. നമ്മുടെ ഇവിടെ അവണ്ടെന്നൊക്കെ പറയാം, അഖണ്ഡനാമാണ് ശനിയാഴ്ച. അത് കഴിഞ്ഞിട്ടൊക്കെ ആയാൽ മതിയായിരുന്നു പീരീഡ്സിൻ്റെ വരുന്നവരെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. എന്നാൽ പിന്നെ അത് കൂടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പം ഞാൻ വേഗം പോയിട്ട് കുളിച്ചിട്ട് വരട്ടെ. ഒരു സുഖമില്ല മൊത്തത്തിൽ. ഇനി അതൊന്ന് ആയി കിട്ടണം. ആയി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ദിവസം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ആവും. പിന്നെ അത് കഴിഞ്ഞ് ഒരു 10-24 ദിവസം വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞാൽ അടുത്തത് അത്ര തന്നെ. അങ്ങനെ തന്നെയാണ് ഓരോരോ കാര്യങ്ങൾ. എല്ലാവർക്കും അങ്ങനെ തന്നെ. പെണ്ണുങ്ങളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ഇത് വലിയൊരു പ്രശ്നമാണ്. എനിക്ക് ഫൈബ്രോയിഡിൻ്റെ പ്രശ്നമുള്ള കാരണം ഇത്തിരി അധികം സീനാണ്. അപ്പോൾ പോയി കുളിച്ചിട്ട് വേഗം വരാം. തല നനച്ചോളം കുളിക്കട്ടെ. അപ്പം അങ്ങനെ എല്ലാവർക്കും ഈ ഒരു പീരീഡ്സിൻ്റെ സമയം എന്ന് പറയുന്നത് ഭയങ്കര സീനായിരിക്കും അല്ലേ. മിക്കത് ആരെങ്കിലൊക്കെയാണ് എനിക്കങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല എന്ന് പറയാൻ കേട്ടിട്ടുള്ളൂ കേട്ടോ. പക്ഷേ എനിക്കങ്ങനെയല്ല. എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പെയിൻ ആയിക്കോട്ടെ, പിന്നെ അതിൻ്റേതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും എനിക്ക് ഹെവിയാണ്. അപ്പോൾ ഈ മുഖമൊക്കെ നമുക്ക് കുറച്ച് ദിവസം മുന്നേ ഒരു മാതിരി എനിക്ക് തന്നെ ഇഷ്ടാവില്ല എൻ്റെ കണ്ണടിയിൽ തന്നെ നോക്കി. പിന്നെ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കണ്ണെഴുതി പൊട്ട് നമ്മുടെ സ്ഥിരം പരിപാടിയാണല്ലോ. അല്ലാത്ത ദിവസങ്ങളിൽ എനിക്ക് ഈ ഒരു പ്രത്യേക ഈ സമയത്ത് തന്നെ എനിക്ക് എന്തൊക്കെയോ വല്ലായ്മയും എനിക്ക് എനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നൊക്കെ തോന്നും. അപ്പോൾ പിന്നെ ഞാൻ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം തന്നെ ഒരു പൊട്ടൊക്കെ കുത്തി ഒന്നുകിട്ട് ഞാൻ തന്നെ റെഡി ആവാൻ വേണ്ടിയിട്ട് നോക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഒരു സിറൊക്കെ അപ്ലൈ ചെയ്ത് ഒരു പൊട്ടും തൊട്ട് ഒരു കുറി ഇട്ടു. ഇനി കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാം. എന്നിട്ട് ചായ കുടിക്കാം കേട്ടോ. കുളി പാസ്സാക്കി ഇനിയിപ്പോൾ ഒരു വിധം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞൊരു ചായ കുടിച്ചാൽ മതി കേട്ടോ. കുളിച്ചിട്ടില്ല, എനിക്കൊരു കുറി തൊട്ടിട്ടില്ലെങ്കിൽ എന്താ പോലെ കണ്ണെഴുതിയിട്ടില്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്. എനിക്ക് വയ്യായിക പോലെ തോന്നിട്ടോ എനിക്ക് കണ്ണെഴുതിയിട്ടില്ലെങ്കിൽ. ഇവിടെ ഫോണിന് എന്തൊക്കെയോ പ്രശ്നമുണ്ട്. എന്താണ് എന്നുള്ളത് ഒരടില്ല. ചിലപ്പോൾ നല്ലതാവും, ചിലപ്പോൾ എന്തോ ഒരു ക്ലാരിറ്റി കുറവ് പോലെയൊക്കെ ഉണ്ട്. എനിക്കൊന്ന് ഡിസ്പ്ലേ മാറ്റാനായതിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ആണോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഏതായാലും കണ്ണും കൂടെ എഴുതാണ്ടിരിക്കണ്ട, അങ്ങോട്ട് എടുക്കട്ടെ. എനിക്ക് കണ്ണെഴുതിയിട്ടില്ലെങ്കിൽ എന്തോ ഒരു വയ്യാത്ത പോലെയോ സങ്കടമുള്ള പോലെയൊക്കെ തോന്നും. എനിക്ക് നല്ല എന്നോട് കാണുന്നവരൊക്കെ ചോദിക്കും എന്താ പ്രശ്നം, ടെൻഷനുണ്ടോ? ഞാൻ പറയും ടെൻഷനില്ല, കണ്ണെഴുതാത്തതുകൊണ്ടായിരിക്കും. ഞാൻ മിക്കതും കണ്ണെഴുതാതെ പോകാറില്ല കേട്ടോ. കണ്ണെഴുതി പൊട്ടുവിട്ടുന്നത് എന്ത് പറ്റി മഹാനെ? പൊട്ട സ്കൂളിൽ പോയിട്ട് വന്നിറക്കുക, സ്കൂളില്ലാന്ന്. അപ്പം ഇതൊന്നും അറിയില്ലേ പോകുമ്പോൾ സ്കൂളുണ്ടോ ഇല്ലയെന്നൊക്കെ? ആ ഗ്രൂപ്പിലൊന്നും വന്നില്ലല്ലോ. അപ്പോൾ ഒരു പൊട്ട രാവിലെ വീട്ടിൽ ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ കഴിച്ചിട്ട് പോയിട്ട് ഇതാ വന്നോളൂ. ഇല്ലില്ല, എന്നെ കാണിച്ചിട്ടില്ല. ഇല്ല, പോന്നതല്ലേ ക്ലാസ്സിലിരിക്കാതെ. അപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം എനിക്ക് കമ്പനിയായി. ഇതിൻ്റെ മുന്നേ ആയിരുന്നെങ്കിൽ എൻ്റെ ക്ലീനിങ് വീഡിയോ എടുക്കാൻ ഒരാളായിരുന്നു മന്തു. ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇപ്പം ഒരു വിധമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കിന്ന് ഉച്ചയ്ക്കും ചപ്പാത്തിയും ചിക്കൻ കറി. എനിക്ക് മാത്രമാണെങ്കിൽ ചപ്പാത്തിയും ചിക്കൻ കറി ആക്കണം എന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ ഇനിയിപ്പോൾ വന്നില്ല, പിന്നെ ചോറ് വയ്ക്കാം. അത് തികയില്ല, ചോറും പപ്പടം കാച്ചതും ചിക്കൻ കറി. അപ്പോൾ ഞാൻ എന്തായാലും ചായ കുടിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ചായ കുടിക്കണേ എടുക്കണില്ല. ഇവരൊക്കെ ചായ കുടിച്ചത് തന്നെയാണ് ഇപ്പോൾ ഞാനും കുടിക്കണുള്ളൂ. അപ്പോൾ പിന്നെ അതും കൂടെ വലിച്ചു നീട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എനിക്ക് കമ്പനിക്ക് കണ്ണൻകുട്ടി വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഞങ്ങൾ പുറത്ത് പോയിക്കൂടായിക ഇല്ലാതില്ല. എന്തായാലും ഞാനൊരു ഭാഗത്ത് നിന്ന് പറയാം അല്ലേ, എനിക്ക് ഇത് എവിടെ വെച്ചാലും ഒരു ക്ലിയർ ഉണ്ടാകും. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇനിയിപ്പോൾ ചായ കുടിക്കാൻ കാണിക്കണമില്ല. ഞങ്ങൾ കഴിച്ചതന്നെ പോയിട്ട് ഫോട്ടോ ഗ്രൂപ്പിൽ നോക്കാതെ ഫോട്ടോ വന്നിറക്കുക ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു തരാനാണ്. ഇനിയിപ്പോൾ അവിടെ കിടന്ന് വീഡിയോ കാണാനാണ് ഞാൻ കണ്ടത്. എനിക്ക് ഇന്ന് ലൈവാണ് കേട്ടോ. ലൈവുള്ള ദിവസമായതുകൊണ്ട് പിന്നെ ഒന്ന് വീഡിയോ അല്ലാണ്ട് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് ഒരുപാട് എഡിറ്റ് ചെയ്യാനൊന്നും കിട്ടുന്നില്ല. ഷോർട്സ് മാത്രമേ എഡിറ്റ് ചെയ്യാൻ വേണ്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ടാണ് എല്ലാവർക്കും.